ഹലോ ഗായ്സ്, ഐ ആം മനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് BPT എന്ന് പറയുന്ന ഒരു കോഴ്സിനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ BPT എന്ന് പറയുന്നത് നമുക്കറിയാം, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി. 4 വർഷത്തെ പഠനവും 6 മാസത്തെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പുമായിട്ടാണ് ഈ കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് വരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ LBS വഴിയാണ് BPTക്കുള്ള അഡ്മിഷൻ എടുക്കുന്നത്. വളരെ കുറച്ച് കോളേജുകൾ മാത്രമാണ് BPTക്കായിട്ട് കേരളത്തിൽ നമുക്കുള്ളത്. നമ്മളിനി സീറ്റിൻ്റെ കാര്യങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ ആകെ വരുന്ന 533 സീറ്റാണ്, ഇൻക്ലൂഡിങ് ഗവൺമെൻറ് കോളേജ്. ആകെപ്പാടെ ഒരു ഗവൺമെൻറ് കോളേജാണ് കേരളത്തിൽ BPTക്കായിട്ടുള്ളത്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം. ഇനി നമുക്ക് റാങ്കിൻ്റെ അല്ലെങ്കിൽ ഇൻഡെക്സ് മാർക്കിൻ്റെ കാര്യങ്ങൾ പറയാം. നമുക്ക് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം SM, അതായത് സ്റ്റേറ്റ് മെറിറ്റിൽ BPTക്ക് കയറിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 293.3 ജനറൽ കാറ്റഗറിയാണ്. ഇനി EWS പറയുകയാണെന്നുണ്ടെങ്കിൽ 298 മാർക്കാണ് കയറിയിട്ടുള്ളത്. റിസർവേഷനുള്ള കാറ്റഗറി, അതായത് SC ST തുടങ്ങിയ കാറ്റഗറിയിലോട്ട് വരുമ്പോൾ 258 മാർക്ക് വരെ ഉള്ളവർ വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ കാറ്റഗറി 293.3 മാർക്കാണ് കയറിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇൻഡെക്സ് മാർക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ, അതായത് ജനറൽ കാറ്റഗറി ലാസ്റ്റ് കയറിയിരിക്കുന്നത് 186 മാർക്കുള്ള കുട്ടികളാണ്. ആ കോളേജ് വരുന്നത് സെൻറ്റ് മേരീസ് കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി എന്നാണ് കോളേജിൻ്റെ പേര്. അവിടെ 186 മാർക്കുള്ള ഒരു കുട്ടിയാണ് ലാസ്റ്റ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഇതാണ് ജനറൽ കാറ്റഗറിയുടെ. ഇനി നമുക്ക് ഇഴവ കാറ്റഗറിയിലോട്ട് പോകുമ്പോൾ അവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഏറ്റവും ലാസ്റ്റ് അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ് നമുക്ക് നോക്കാം. അത് വരുന്നത് 223 മാർക്കാണ്. കോളേജ് ഏതാണെന്ന് പറയാം, ലൂർദ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂരിലാണ് ആ മാർക്കിന് ഒരു കുട്ടി അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ 218 മാർക്കാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അതും വന്നിട്ട് ലൂർദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈൻഡ് സയൻസ് കണ്ണൂർ തന്നെയാണ്. ഇനി നമ്മൾ BH കാറ്റഗറിയിലോട്ട് പോകുമ്പോൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് 204 ഇൻഡെക്സ് മാർക്കുള്ള ഒരു കുട്ടിയാണ്. അതും ലൂർദ് കോളേജ് ഓഫ് അലൈൻഡ് സയൻസ് കണ്ണൂർ തന്നെയാണ്. ഇനി നമ്മൾ LC കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ എടുത്തിരുന്ന കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് 223 മാർക്കാണ്. ആ അഡ്മിഷൻ നടന്നിരിക്കുന്നത് ലൂർദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈൻഡ് സയൻസിലാണ്, കണ്ണൂർ തന്നെയാണ്. ഇനി നമ്മൾ BX കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 245 മാർക്കാണ്. അഡ്മിഷൻ എടുത്തിരുന്ന കോളേജ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് തലശ്ശേരിയാണ്. ഇനി KU കാറ്റഗറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കുന്നത് 189 ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്. അഡ്മിഷൻ എടുത്തിരുന്ന കോളേജ് എന്ന് പറയുന്നത് ലൂർദ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാഞ്ഞിരപ്പള്ളി തന്നെയാണ്. DV കാറ്റഗറി ലാസ്റ്റ് അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 215. കോളേജ് എന്താണെന്ന് പറയാം, സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അങ്കമാലിയിലാണ് ആ ഒരു മാർക്കുള്ള കുട്ടി അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഇനി KN കാറ്റഗറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് 241 മാർക്കാണ് ലാസ്റ്റ് കയറിയിരിക്കുന്നത്. അത് കയറിയിരിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്തിലാണ്. SC കാറ്റഗറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് 188 മാർക്കാണ് ലാസ്റ്റ്. കോളേജ് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റീജിയണൽ സെൻറ്റർ അങ്കമാലി തന്നെയാണ്. ST കാറ്റഗറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലാസ്റ്റ് കയറിയിരിക്കുന്നത് 199 മാർക്കുള്ള കുട്ടിയാണ്. കയറിയിരിക്കുന്ന കോളേജ് എന്ന് പറയുന്നത് ഡോക്ടർ സാമുവൽ മെമ്മോറിയൽ മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഇതാണ് BPTയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഇൻഡെക്സ് മാർക്ക് എവിടേക്ക് കയറിയിരുന്നു എന്ന് മനസ്സിലാവില്ല. പിന്നെ പറയാനുള്ളത് BPTയുടെ ബാക്കി കാര്യങ്ങളാണ്. നമ്മൾ BPTക്ക് ഇപ്പോൾ പുറത്ത് അഡ്മിഷൻ എടുക്കുന്നവരാണ്, അതായത് ബാംഗ്ലൂർ, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്നവരാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് BPTക്ക് നല്ല പ്രാക്ടിക്കൽ എക്സ്പോഷർ വേണ്ട ഒരു കോഴ്സാണ്. സോ നല്ല പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടും എന്നുള്ളൊരു കോളേജ്, അതായത് ഈ 6 മാസത്തെ ഇൻറ്റേൺഷിപ്പ് നമ്മളിപ്പോഴും ചെയ്യുന്നത് ഒരു നല്ല സ്ഥലത്തായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ആ കോഴ്സ് പഠിച്ചിട്ടൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ പുറത്ത് അഡ്മിഷൻ എടുക്കുന്നവർ നല്ല കോളേജ്, നല്ല എക്സ്പോഷർ ഉള്ള കോളേജ് തന്നെ നോക്കി അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.